ഇന്നത്തെ താരം കണവയാണ്. നേരത്തെ തന്നെ കുക്കറിൽ കണവ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 4 പച്ചമുളക്, കുറേയേറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഫ്ലേവർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ 2 തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ അരിഞ്ഞത്, പിന്നെ വറ്റൽമുളക്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടായതിനു ശേഷം കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്തൊന്ന് വഴറ്റുന്നുണ്ട്. ഇവയെല്ലാം ഒന്ന് ചെറു തീയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഇതിലേക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കണവ നേരത്തെ തന്നെ വേവിച്ച് വെച്ചതുകൊണ്ട് വലിയ വേവൊന്നും കണവയ്ക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം എല്ലാം വറ്റി ഇതുപോലെയാണ് കണവയുടെ ഫൈനൽ ലുക്ക്. ഇതുപോലെ പെരട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ടേസ്റ്റായിരുന്നു. ഇതുപോലെ ഒരു തവണയെങ്കിലും ഒന്ന് കണവക്കറി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.